ഹലോ പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷങ്ങൾ എല്ലാവരും ഒന്ന് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണേ. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കണ്ടില്ലേ, ചിരട്ടയിലുള്ള ഒരു കുഞ്ഞൻ ഫിഷാണ്. ചിരട്ട വെച്ച് നമുക്കിത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പൂർണ്ണ രൂപമാണ് നമ്മൾ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ വീഡിയോ കൂട്ടുകാരെല്ലാവരും കാണണേ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതുണ്ടാക്കാനായിട്ട് നമ്മൾ ചിരട്ടയിൽ നിന്ന് ഇതുപോലെ 2 പീസുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ജോയിൻ്റ് ആക്കി എടുക്കാനും വേണ്ടി, കൂട്ടി യോജിപ്പിക്കാനും വേണ്ടി നമ്മൾ ഈ രീതിയിലൊന്ന് ഒട്ടിച്ചെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഫ്ലക്സിക്കും ചിരട്ടപ്പൊടി ഇട്ടിട്ട് തന്നെയാണ് നമ്മളിതെല്ലാം ഒട്ടിച്ചെടുക്കുന്നത്. ഉൾഭാഗങ്ങളിലും പുറത്തുമൊക്കെ ആയിട്ട് ഗ്യാപ്പൊക്കെ ഫില്ലാകുന്ന രീതിയിൽ നമ്മൾ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അതിൻ്റെ പുറകു വശത്തേക്ക് 2 പീസ് കൂടെ ചെറുത് വെച്ചിട്ട് ഒന്ന് ഷേപ്പാക്കി എടുത്തിട്ട് ബാക്കി വരുന്ന ഭാഗങ്ങളൊക്കെ ചിരട്ട പീസ് വെച്ചിട്ട് തന്നെ ജോയിൻ്റ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഏകദേശം ഇതുപോലെ നമുക്ക് ഒട്ടിച്ച് കിട്ടിയിട്ടുണ്ട്. അത് വരച്ചിട്ട് നമ്മൾ ഏകദേശം ഒരു ഫിഷിൻ്റെ ഷേപ്പാക്കിയിട്ട് ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഗ്രൈൻഡൊക്കെ ചെയ്ത് പേപ്പർ ഇട്ട് എടുത്തിട്ട് നമ്മൾ ബാക്കി വരുന്ന ഭാഗങ്ങളിൽ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് ചിരട്ട പീസ് വെച്ചിട്ട് തന്നെ. എന്നിട്ട് അതൊന്ന് പുറകുവശം കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് റൗണ്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഏകദേശം ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് വേണ്ട ചിറക് അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഒരു 3-4 പീസായിട്ട് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. അത് കട്ട് ചെയ്തിട്ട് നമ്മൾ ഗ്രൈൻഡറിൽ വെച്ച് കറക്റ്റ് ഷേപ്പാക്കി എടുക്കണുണ്ട്. ഇനി മീനിൻ്റെ വായ വരുന്ന ഭാഗം ഒന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. അതവിടെ ഒരു ഹോള് വരുന്ന രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഏകദേശം നമ്മൾ അതേ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കി വരുന്ന ചെറിയ പീസുകളെല്ലാം ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് നമ്മൾ ഇതൊക്കെ ഒട്ടിച്ചെടുക്കുന്നതിൻ്റെ മുന്നേ ഏകദേശം മുഴുവനായിട്ട് തന്നെ പേപ്പർ ഇട്ട് എടുക്കുന്നുണ്ട്. ഈ രൂപത്തിലൊക്കെ നമ്മൾ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ ഒരു ടെക്സ്ചർ വരാൻ വേണ്ടിയിട്ട് ആക്സോ ബോർഡ് വെച്ചിട്ട് അതിലൊക്കെ ഒന്ന് ഓരോ വരയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഇതുപോലെ വരച്ചിട്ട് ആ മീനിൻ്റെ ഓരോ ഭാഗങ്ങളും വരുന്ന രീതിയിലൊക്കെ ഒന്ന് ആക്സോ ബോർഡ് വെച്ചിട്ട് മെല്ലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഒന്ന് എന്നെ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ നമ്മൾ ഏകദേശം ഇതെല്ലാം ഇതിൽ കുറച്ച് വരകളൊക്കെ അങ്ങിങ്ങായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം വരച്ചിട്ട് നല്ല രീതിയിൽ തന്നെ കറക്റ്റാക്കിയിട്ട് തന്നെ നമ്മളതൊക്കെ ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മീനിൻ്റെ വാല് വരുന്ന ഭാഗങ്ങളിൽ അവിടങ്ങളിലും എല്ലാം ഇതുപോലെ ഇട്ടിട്ട് അതെല്ലാം അവിടെ ഒന്ന് പേപ്പർ ഇട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഏകദേശം ഇതുപോലെ നമ്മൾ എല്ലാത്തിലും ഒന്ന് വര ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഭാഗങ്ങളൊക്കെ നമ്മൾ ഒന്ന് പേപ്പർ ഇട്ടിട്ട് മിനുക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഒട്ടിക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് തന്നെ ഏകദേശം നല്ല രീതിയിൽ ആക്കിയെടുക്കണുണ്ട്. വാൽഭാഗം വരുന്ന ഭാഗങ്ങളിൽ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലക്സിക്കും ചിരട്ടപ്പൊടി ഇട്ട് എല്ലാ ഭാഗങ്ങളും ഒട്ടിച്ചിട്ട് നമ്മൾ പുറകിൽ 2 വാല് ഭാഗങ്ങളിലായിട്ട്
നമ്മളിതുപോലെ സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാം നല്ല രീതിക്ക് നമ്മളൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഏകദേശം കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ പേപ്പറൊക്കെ ഇട്ടെടുത്തതിന് ശേഷം ഒട്ടിച്ചെടുത്ത് പൊടിയൊക്കെ ഇട്ട് നല്ല രീതിയിൽ സെറ്റാക്കി എടുക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഇനി അത് താഴെ ഒരു പീസ് വെച്ചിട്ട് ഏകദേശം മാച്ചാവുന്ന രീതിയിൽ അതിൽ നമ്മളൊരു ചിരട്ടയുടെ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് അതിൽ ഹോൾഡ് ചെയ്ത് നിർത്തുകയാണ് ചെയ്യുന്നത്. എല്ലാ ഭാഗങ്ങളും പൊടിയൊക്കെ ഇട്ട് നല്ല രീതിക്ക് ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഏകദേശം നമ്മൾ എല്ലാ ഭാഗങ്ങളും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. കണ്ണ് വരുന്ന ഭാഗങ്ങളിൽ ചെറിയൊരു പീസ് എടുത്തിട്ട് അത് റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് നമ്മൾ വെറുതെ അങ്ങ് ഒട്ടിച്ച് വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇനി അത് ഹോൾഡ് ചെയ്ത് നിർത്താനുണ്ട്. അതിനു വേണ്ടി ചിരട്ടയുടെ ഒരു പീസ് എടുത്തിട്ട് റൗണ്ട് ഷേപ്പിലാക്കി എടുത്തിട്ട് ഏകദേശം അതിൽ ചെരിവൊന്നും വരാത്ത രീതിയിലൊന്ന് വെച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടി നമ്മളത് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് കറക്റ്റായിട്ട് വെച്ച് നോക്കിയിട്ട് ഒരു അടയാളമൊക്കെ ഇട്ടിട്ട് അതങ്ങ് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അത് പശയൊക്കെ ഇട്ടിട്ട് നല്ല രീതിക്ക് തന്നെ നമ്മളൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അത് ഹോൾഡ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ എല്ലാ ഭാഗങ്ങളിലും നമ്മളൊന്ന് പേപ്പറൊക്കെ ഇട്ട് ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കി വരുന്ന ഭാഗങ്ങളിലൊക്കെ പശ ഇട്ടിട്ട് നല്ല രീതിക്കൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ചെരിവ് വരുന്ന ഭാഗങ്ങളിലൊക്കെ ഒന്ന് നോക്കിയിട്ട് നമ്മൾ കറക്റ്റായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ കണ്ണ് വരുന്ന ഭാഗങ്ങളിൽ ചെറിയ 2 പീസ് എടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി ബാക്കി വരുന്ന ഭാഗങ്ങളൊക്കെ നമ്മളൊന്ന് പേപ്പർ ഇട്ട് മിനുസപ്പെടുത്തി എടുക്കുന്നുണ്ട്. ഏകദേശം പേപ്പറൊക്കെ ഇട്ട് നമുക്ക് നല്ല റെഡി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണ തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അത് നമുക്ക് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. വെളിച്ചെണ്ണ തേച്ച് പിടിപ്പിക്കുമ്പോൾ തന്നെ നല്ലൊരു കളർ വന്നിട്ടുണ്ട്. നമ്മൾ ഇത് ഉണങ്ങിയതിന് ശേഷം ഒരു കോട്ട് കൂടെ ഒന്ന് വെളിച്ചെണ്ണ തേച്ച് പിടിപ്പിച്ചിട്ട് അത് ഉണങ്ങിയതിന് ശേഷം ഒരു ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ സ്ലീക്ക് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. സ്ലീക്ക് എടുത്തിട്ട് അതിലെല്ലായിടത്തും കവർ ചെയ്ത് വരുന്ന രീതിയിൽ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. നല്ല ഭംഗിയിൽ തന്നെ നമുക്കിതെല്ലാം നേരാവണ്ണം കിട്ടിയിട്ടുണ്ട്. ഉണങ്ങിയതിന് ശേഷം നമുക്കിതിലൊരു കോട്ട് കൂടെ സ്ലീക്ക് അടിച്ചെടുക്കാവുന്നതാണ്. നമ്മൾ ലേറ്റായിട്ടാണ് ഇതിൽ കൊടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞൻ ഫിഷ് ഏകദേശം ഈ രീതിയിൽ നമുക്ക് നല്ല വൃത്തിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എന്നെ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക. എനിക്ക് തുടർന്നും വീഡിയോ ചെയ്യാൻ അത് ഒരുപാട് ഉപകാരമായിരിക്കും. പിന്നെ ഇത്തരം ക്രാഫ്റ്റ് വീഡിയോ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് അവർക്ക് എത്തിച്ചു കൊടുക്കുകയും കൂടി ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ഫിഷ്. അപ്പോൾ വീഡിയോ വാച്ച് ചെയ്തതിന് എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണും വരേക്കും എല്ലാവരോടും ഞാൻ ബൈ പറയുന്നു.